വേമ്പനാട്ടുകായലിലെ എക്കലും പ്ലാസ്റ്റിക് മാലിന്യവും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വൈക്കം താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK രമേശൻ ഉദ്ഘാടനം ചെയ്തു. തണ്ണീർമുക്കം ബണ്ട് തുറന്നിടുക, വേമ്പനാട്ടുകായലിലെ എക്കലും പ്ലാസ്റ്റിക് മാലിന്യവും നീക്കുക, പോളപ്പായൽ ഉത്ഭവസ്ഥലത്ത് വാരിമാറ്റുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. വൈക്കം താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണാ സമരം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK രമേശൻ ഉദ്ഘാടനം ചെയ്തു. 500 ടൺ കൊഞ്ച് ലഭിച്ചിരുന്നത് ഇന്ന് 30 ടൺ എന്ന നിലയിലെ താഴെയായി പോയിരിക്കുകയാണ്. 16,000 ടണ്ണിലധികം നാനാതരത്തിലുള്ള കാരച്ചെമ്മീനും നാരഞ്ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, അതുപോലുള്ള വിവിധ മത്സ്യങ്ങൾ, ചെമ്പല്ലി, തിരുത, കരിമീൻ പോലുള്ള മത്സ്യങ്ങൾ ലഭിച്ചിരുന്നത് ഇന്ന് 7,000-ന് താഴെയായി പുറകോട്ട് പോയിരിക്കുന്നു. ഇത് സത്യത്തിൽ ഇത്തരത്തിലൊരു കയറ്റുമതി നമ്മുടെ നാടിന്റെ കേന്ദ്ര ഖജനാവിനെ സമ്പന്നമാക്കുന്നു. കേരളത്തിന്റെ റവന്യൂ വരുമാനം, കേരളത്തിന്റെ സമ്പദ്ഘടനയിലും റവന്യൂ വരുമാനം പുരോഗമിക്കുന്നതിലുമൊക്കെ സഹായകരമാണ്. എന്നാൽ നെല്ലുൽപാദനം നാം ലക്ഷ്യമിട്ട നിലയിൽ മുന്നോട്ട് പോയോ? ഇതൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നാളികേര ഉൽപാദനത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി? നാളികേരത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ നെല്ലുൽപാദനത്തിലും 65,000 ഹെക്ടർ നെൽകൃഷി നടന്നിടത്ത് ഇന്നത് 30,000 ഹെക്ടറായി പരിമിതപ്പെടുകയാണ് ചെയ്തത്. കായൽ മലിനീകരണം രൂക്ഷമായതോടെ മത്സ്യസമ്പത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നും കായലിന്റെ സജീവത വീണ്ടെടുത്തില്ലെങ്കിൽ പാരിസ്ഥിതികമായ തിരിച്ചടിയുണ്ടാകുകയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുകയും ചെയ്യുമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PV പുഷ്കരൻ യോഗത്തിൽ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി P ശശിധരൻ, സംസ്ഥാന അംഗങ്ങളായ ER അശോകൻ, വീണ അജി, KN നടേശൻ, ഏരിയ സെക്രട്ടറി MC സുരേഷ്, P സുകുമാരൻ, PK വിശ്വംഭരൻ, സുരേന്ദ്രൻ, അപ്പുക്കുട്ടൻ, സജിത രാജേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.